ഡോക്ടറെ കാണാനെത്തിയൊരു വയോധികൻ ഉച്ചയാകും തോറും കുറച്ച് റെസ്റ്റ്ലെസ് ആയിക്കൊണ്ടിരിക്കുക. അവൾ നേഴ്സിനോട് പരാതിപ്പെടുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊന്ന് വേഗത്തിൽ നടത്തി തരണം, എനിക്ക് അവളോടൊപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അവൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി രോഗങ്ങളുണ്ട്. നേഴ്സ് അനുഭാവപൂർവ്വം ചോദിച്ചു, എന്താണ് അവളുടെ രോഗം? അവൾ പറഞ്ഞു, അവൾക്ക് മറവിയുടെ പ്രശ്നമുണ്ട്, ഡിമെൻഷ്യ ഉണ്ട്. അപ്പോൾ ഈ ചെറിയ പെൺകുട്ടി ഈ വയോധികനോട് ചോദിച്ചു, മറവിയുള്ള ഒരാൾ നിങ്ങൾ ഉച്ചയ്ക്ക് ചെന്നാലും ചെന്നില്ലെങ്കിലും, നിങ്ങളുടെ വാക്ക് പാലിച്ചാലും പാലിച്ചില്ലെങ്കിലും എങ്ങനെയാണ് അവർക്ക് പിടുത്തം കിട്ടുക? പെട്ടെന്ന് അയാൾ ഗൗരവത്തിലായി. അയാൾ പറഞ്ഞു, അവളുടെ ഓർമ്മയ്ക്ക് മാത്രമേ മങ്ങലുള്ളൂ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വാക്ക് വ്രതമായി സൂക്ഷിക്കാമെന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തിൽ നിന്ന് പൊടിക്കുന്നതാണ് ഇത്തരം ചില വിചാരങ്ങൾ. വാക്കിന് സ്ഥൈര്യത്തിൻ്റെ കൃപ ലഭിക്കുന്നതാണ് വ്രതമെന്ന് പറയുക. യേശു പറയുന്ന കണക്ക് നഗരം വിടുവോളം ഒരുമിച്ചായിരിക്കുക. ആരെയും ഇങ്ങനെ പാതി വഴി വിട്ടിട്ട് പോയിക്കൂടാ. എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടോ പ്രതിസന്ധിയോ ഒക്കെ വരുമ്പോൾ ബുദ്ധ ആനന്ദനോട് പറഞ്ഞ ഈ കഥ കൂടി ഒന്ന് ഓർമ്മിക്കണം. ബുദ്ധനും ആനന്ദയും കൂടി ഇങ്ങനെ യാത്രയിലാണ്. ഒരു പുഴയുണ്ട്, പുഴ തെളിഞ്ഞ വെള്ളമാണ്, പുഴ മുറിച്ച് കടന്നു. വനത്തിനുള്ളിൽ ചെല്ലുമ്പോൾ ബുദ്ധ ആനന്ദനോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അയാളുടനെ ഒരു ലക്കമ്പിള് കുത്തി ഈ പുഴയിലേക്ക് വരികയാണ്. എന്നിട്ട് വെള്ളം എടുക്കാനായുമ്പോൾ അയാൾക്ക് പിടുത്തം കെട്ടി വെള്ളം കലങ്ങിപ്പോയി. കുറേ അധികം ഇങ്ങനെ വർത്തകരുടെ കാളവണ്ടികളൊക്കെ കയറി ഇറങ്ങി പുഴ ഇങ്ങനെ ഓവെള്ളം കണക്കാനും കിടക്കുക. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, വെള്ളം എടുത്തില്ല. അപ്പോൾ ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു, നിനക്ക് എന്താ ഇത്ര തിടുക്കം? ശാന്തമായിട്ടിരുന്നാൽ തെളിയാത്ത ഏതെങ്കിലും പുഴയുണ്ടോ? അയാൾക്ക് ആ പാഠം പിടുത്തം കിട്ടി. അയാൾ പുഴയോരത്ത് ചെന്ന് കണ്ടുകൂട്ടിയിരുന്നു. കുറേ കഴിയുമ്പോൾ ഇലയടിഞ്ഞും ചേറടിഞ്ഞും വെള്ളം ആദിശുദ്ധിയിൽ ഒഴുകി തുടങ്ങി. ഇലക്കുമ്പിളിൽ ഈ വെള്ളം കൊണ്ടുവന്ന ബുദ്ധയുടെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് ആനന്ദം പറഞ്ഞു, ഈ പാഠത്തിന് നന്ദി. ശാന്തമായിട്ടിരുന്നാൽ തെളിയാത്ത ഏത് പുഴയുണ്ട്? ദമ്പതികൾ, സ്നേഹിതർ, പ്രണയികളൊക്കെ ലാമിനേറ്റ് ചെയ്ത് വെക്കേണ്ട ഈ ഒരു വാക്ക് പ്രതി നെഞ്ചിനുള്ളിൽ കിടന്നുകൊള്ളട്ടെ. നഗരം വിടുവോളം ഒരുമിച്ചായിരിക്കുക. ഓർത്താൽ എന്തൊരു ദീർഘമായ യാത്രയാണ് ഓരോരുത്തരുടെയും മുമ്പിൽ. നിങ്ങൾ രണ്ടുപേര് ഒരുമിച്ച് കൈകോർക്കുന്നൊരു ദിവസം, നമ്മളതിനെ വിവാഹം എന്നൊക്കെ വിളിക്കുക. നിങ്ങൾ ജീവിച്ച അതിൻ്റെ 2 മടങ്ങെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ ഇനി ജീവിക്കാനുണ്ട്. ദീർഘമായ ഈ യാത്രയിൽ ഇതിനേക്കാൾ ഭേദപ്പെട്ട, ഇതിനേക്കാൾ മനസ്സിനിണങ്ങിയ പുരുഷനെയും സ്ത്രീകളെയും ഇരുവരും കണ്ടുമുട്ടും. എന്നിട്ടും നഗരം വിടുവോളം അവരൊരുമിച്ചായിരിക്കുന്നു. പൗലോസൊക്കെ പറയുന്ന കണക്ക് ഏറ്റവും വലിയ നിഗൂഢതയുടെ പേരാണ് ദാമ്പത്യം. അതിപരിചയം കൊണ്ടും ആവർത്തനം കൊണ്ടുമൊക്കെ മിക്കവാറും ബന്ധങ്ങൾക്കകത്ത് മങ്ങലും മടുപ്പും ഉണ്ടാകുമ്പോൾ ഈ പ്രണയത്തിലും ദാമ്പത്യത്തിലുമൊക്കെ ഓരോ ദിവസവും ഈ കൈകൾ മുറുകയാണ്. ഒരിക്കൽ രണ്ടൊരാളുടെ കൈ തണുക്കും. അപ്പോഴത് നിൻ്റെ കരങ്ങളിലായിരിക്കണമേ. ആമേൻ.